ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കയറിൽ പിടിച്ചുകൊണ്ട് ആര്യൻ, അനുമോൾ, സാബുമാൻ ഈ 3 ആൾക്കാരും കൂടി നടക്കുകയാണ്. വളരെ കട്ടിയായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സമയമെടുത്ത് മാത്രം പൂർത്തിയാക്കേണ്ട ഒരു ടാസ്ക് ആണ്. പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പോകാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വല്ലാത്തൊരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ടാസ്കിനിടയിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ വന്നിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം 3 ആൾക്കാരും കൂടി അടുക്കളയിലുള്ള സിങ്കിന്റെ അരികിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് നെവിൻ ഇടിച്ചു കയറി വരുന്നു. ഇതിനിടയിലേക്ക് കയറി അയാൾ പാത്രം കഴുകുവാൻ തുടങ്ങുകയാണ്. കാരണം അയാൾ വെസൽ ടീമിന്റെ ആളാണ്. അയാൾക്ക് അയാളുടെ ഡ്യൂട്ടി തീർക്കണം. ഈ 3 ആൾക്കാരുടെയും ഇടയിലേക്ക് നെവിൻ ഇടിച്ചു കയറി വന്ന് നിൽക്കുമ്പോൾ ഈ കയറുമായിട്ട് അവർക്ക് അവിടുന്ന് മാറാൻ പറ്റുന്നില്ല. നെവിൻ മാറിയെങ്കിൽ മാത്രമേ ഈ 3 ആൾക്കാർക്ക് മാറാൻ കഴിയുകയുള്ളൂ. സാബുമോനും ആര്യനും കാര്യമായി പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും അവരവിടെ നിൽക്കും. പക്ഷേ അനുമോൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, വലിയ പ്രശ്നമായി. ഒരു കാരണവശാലും നെവിൻ മാറില്ല. അനുമോൾക്കെതിരായിട്ടാണ് നെവിന്റെ കളി മുഴുവനും നടക്കുന്നത്. അർഹതയില്ലാത്ത നീ ഇവിടെ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, നീ വിട്ടിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ വലിയ ശകാരവർഷം നെവിൻ അങ്ങോട്ട് അഴിച്ചുവിടുകയാണ്. തുടർന്ന് വലിയ പ്രശ്നമാകുന്നു. പല ആൾക്കാരും അതിനകത്ത് ഇടപെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് പലരും വരുന്നുണ്ട്. അവിടെ വെച്ച് അനീഷ് പറയുന്നുണ്ട്, ഈ കയറ് നിങ്ങൾ അവന്റെ മുകളിൽ കൂടി അങ്ങ് പൊക്കിയെടുത്തിട്ട് നിങ്ങൾ അങ്ങ് പൊയ്ക്കോളൂ. അങ്ങനെ പൊക്കിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അയാൾ വയറുകൊണ്ട് അതിനെ ഞെരുക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ സാബുമാനും അനുമോളും ചേർന്ന് ഇത് പൊക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ആര്യൻ നെവിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. ഇവരെല്ലാം കൂടി അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കളിയുമാണ്. അപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ ഇത് പൊക്കിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കൈവിട്ട് പോകാതിരിക്കുവാൻ വേണ്ടി നെവിൻ ഈ കയറ് തന്റെ കയ്യിൽ കൂടി ചുറ്റി പിടിക്കുന്നു. തുടർന്ന് ബലപ്രയോഗം നടക്കുന്നു. ഒടുവിൽ നെവിൻ അടുക്കളക്കകത്തേക്ക് അങ്ങ് വീഴുകയാണ്, അങ്ങ് കിടക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നെവിൻ എഴുന്നേൽക്കാതെ ഇനി കയറുമായിട്ട് മാറാൻ പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാം കാഴ്ചക്കാരാണ്. അവിടെ അതൊരു ഗെയിമായിട്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും കാണുന്നത്. പക്ഷെ അനീഷ് കൃത്യമായിട്ട് കാര്യം പറയുന്നുണ്ട്, ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അനുമോളെ പുറത്താക്കുവാൻ വേണ്ടി നെവിൻ കാണിക്കുന്ന വൃത്തികേടാണിത്. ആര്യന് ഫേവറായിട്ട് നിന്നുകൊണ്ടാണ് നെവിൻ ഈ കളികൾ കളിക്കുന്നത്. നീ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ അനീഷിനെ ഊടുപാടെ ചീത്ത പറയുന്നുണ്ട്. ഇയാൾ പോടോ, ഇയാൾ പോയി ഇയാളുടെ കാര്യമല്ലോ നോക്ക്, ഇയാൾ എന്നെ ഗെയിം പഠിപ്പിക്കാൻ വരികയാണോ, എനിക്കറിയാം എന്തുവാ ചെയ്യേണ്ടതെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ വായടപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ തമ്പുരാട്ടിക്കുട്ടി അവിടേക്ക് വരുന്നുണ്ട്. തമ്പുരാട്ടി ഒരു കസേര കൊണ്ടുവന്നിട്ട് അവിടെ കൃത്യമായിട്ട് കാണണം, എല്ലാം കൃത്യമായിട്ട് കാണാൻ വേണ്ടി മുൻപിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് തമ്പുരാട്ടി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ അസോൾട്ട് പാടില്ല, പിടിച്ചു വലിക്കാൻ പാടില്ല, നെവിന്റെ ശരീരം വേദനിപ്പിക്കാൻ പാടില്ല, അത് നെവിന്റെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പുരാട്ടി അതിനകത്ത് പുതിയ റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ക്യാപ്റ്റനോട് അനുമോൾ കംപ്ലൈന്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ പറയുന്നു, എനിക്കിപ്പോൾ പിടിച്ചു മാറ്റാൻ പറ്റുമോ, പൊക്കിയെടുത്ത് വെക്കാൻ പറ്റുമോ അങ്ങോട്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ആദില കൈ കഴുകി മാറുകയാണ്. ബിഗ് ബോസ് ആകട്ടെ യാതൊന്നും പ്രതികരിക്കുന്നില്ല. ഏകദേശം 1 മണിക്കൂറിലധികം ആ അവസ്ഥ തുടരുകയാണ്. വല്ലാതെ കഷ്ടപ്പെടുവാൻ തുടങ്ങി അനുമോളും സാബുമാനും. എന്നാൽ ആര്യൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അത്രമാത്രം അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നില്ല. അതിനകത്ത് മാക്സിമം നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി ആര്യൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ നെവിൻ അനുമോളെ ആക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി ആക്ഷേപിക്കുന്നുണ്ട്. ഇന്നലെ അനുമോള് പറഞ്ഞല്ലോ, നിന്റെ മുഖം കാണുന്നത് എനിക്ക് അറപ്പാണെന്ന്. ആ പറഞ്ഞ വാക്കൊക്കെ എന്ത്, അതിന്റെ അപ്പുറം ഇന്ന് എന്തെല്ലാം പറയാൻ പറ്റുമോ അത് മുഴുവൻ അയാൾ ആ കിടന്ന കിടപ്പിൽ തൊട്ടടുത്തിരിക്കുന്ന അനുമോളുടെ മുഖത്ത് നോക്കി വിളിക്കുന്നുണ്ട്. ഈ പരിപാടികളെല്ലാം ശരിക്കും ആസ്വദിക്കുന്ന മറ്റൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അക്ബർ. ആ മുഖത്ത് വലിയ ചിരിയാണ്. നെവിന്റെ ഓരോരോ സംസാരങ്ങളും ഓരോ ഗോഷ്ഠികളും കാണുമ്പോൾ അക്ബറിന് ഭയങ്കരമായിട്ട് ചിരി പൊട്ടുകയാണ്. അക്ബർ ഇതിനിടയ്ക്ക് നെവിന്റെ ആ കളി വളരെ ആയാസരഹിതമാക്കുവാൻ വേണ്ടി തലയണയൊക്കെ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. തല താഴെ കിടക്കുകയാണ്, അത് പൊക്കി വെക്കാൻ വേണ്ടി തലയണയൊക്കെ കൊണ്ട് കൊടുത്ത് നെവിനെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് അക്ബർ. അങ്ങനെ കളി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സമയങ്ങൾ കഴിഞ്ഞു, ഓരോരുത്തരും മടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ആദില ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസേ എന്താ ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് ഒന്ന് പറ. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടികൾ ഒത്തിരി കിടപ്പുണ്ട്. അടുക്കളക്കകത്തുള്ള ഈ കിടപ്പ് ശരിയാകത്തില്ല, പാത്രങ്ങൾ കഴുകി വെച്ചിട്ടില്ല, അടുത്ത ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, നിങ്ങളാണ്, ക്യാപ്റ്റനാണ് തീരുമാനം എടുക്കേണ്ടത്. അതെ, അത് വളരെ കറക്റ്റ് ആണ്. ബിഗ് ബോസിന് ആവശ്യം കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ്. ഈ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് എത്രത്തോളം നെവിൻ കണ്ടന്റ് ഉണ്ടാക്കുമോ ആ കണ്ടന്റുകളെല്ലാം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബിസിനസ് സാധ്യതയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ മാക്സിമം മുൻപോട്ട് പോകട്ടെ. വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയം വരെ ഇങ്ങനെ നെവിൻ അവിടെ കിടക്കാനാണ് തീരുമാനമെങ്കിൽ അവിടെ വരെയോളം ബിഗ് ബോസ് മിണ്ടാതിരിക്കും. കാരണം കണ്ടന്റ് മാത്രമാണ് ബിഗ് ബോസിന് മുഖ്യം. പക്ഷെ ആദിലയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം,
എന്തായാലും ആദില തീരുമാനം പ്രഖ്യാപിച്ചു, നെവിൻ എഴുന്നേറ്റ് മാറണമെന്ന്. ഇത് തന്നെയായിരുന്നു ആദില ആദ്യവും പറഞ്ഞത്. പക്ഷെ അത് കൂട്ടാക്കാൻ നെവിൻ അന്നേരം തയ്യാറായില്ല. എന്നാൽ ബിഗ് ബോസ് ഇപ്പോൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞപ്പോൾ ആദില ഇനി അടുത്ത സ്റ്റാൻഡ് എടുക്കുന്നത് നെവിനെതിരായിട്ടാണെങ്കിൽ നെവിന് പണി പാളും എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് നെവിൻ എഴുന്നേറ്റ് മാറാൻ തയ്യാറായി. അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നത്. ഇവിടെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ഇതൊരു ടാസ്ക് അല്ലേ ബിഗ് ബോസേ? ഈ ടാസ്ക് നടക്കുമ്പോൾ പുറത്തുനിന്നൊരു വ്യക്തി അതിനിടയിലേക്ക് കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതൊരു മര്യാദയുടെ ഭാഗമല്ലേ? ആ മര്യാദകേട് ആരെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന് മിണ്ടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ബിഗ് ബോസ് അല്ലേ അതിനകത്ത് ഇടപെടേണ്ടത്? ഞാനിത് ചോദിച്ചതിന്റെ കാര്യം, ഇതിനു മുൻപ് പല ടാസ്കുകളും അവിടെ നടക്കുന്ന സമയത്ത് ഒരു ലൈനിൽ ചവിട്ടി നിൽക്കുന്ന വ്യക്തി പുറകോട്ട് കാല് മാറ്റി ലൈനിന്റെ പിൻപിൽ നിൽക്കണം എന്ന് വരെ കൃത്യമായിട്ട് ബിഗ് ബോസ് പറയാറുണ്ട്. മറ്റുള്ളവർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കയറി അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാറുണ്ട്. പലരും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിലേക്ക് ആര്യൻ വന്നു കയറുമ്പോൾ ആര്യന്റെ പേര് വിളിച്ച് ബിഗ് ബോസ് ശാസിക്കാറുണ്ട്. ആര്യൻ, നിങ്ങളാണോ ടാസ്ക് ചെയ്യുന്നത്? നിങ്ങൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താറുണ്ട്. അങ്ങനെ ഒരു തരത്തിലും ടാസ്കിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കത്തക്കവണ്ണം ആ ടാസ്കുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ അതിൽ ഇൻവോൾവ് ആകാതിരിക്കുവാൻ ബിഗ് ബോസ് കൃത്യമായിട്ട് സന്ദേശങ്ങൾ കൊടുക്കും, ശാസനയും താക്കീതുമായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള ബിഗ് ബോസ് ഇവിടെ മാത്രം എന്താണ് ഇത്രയും സമയം ഉണ്ടാതിരുന്നത്? ഇവിടെ മാത്രം എന്താണ് ക്യാപ്റ്റന്റെ തലയിലേക്ക് എല്ലാ ഭാരവും കൂടി കെട്ടിവെച്ചു കൊടുക്കുന്നത്? ഈ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ തന്നെ ആദില ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എന്ത് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്രയും സമയം അതിന് മറുപടി പറയാതിരുന്നത്? ഇതിനകത്തൊന്ന് കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടി. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ആ ഒരു ബോധ്യം വന്നതുകൊണ്ടല്ലേ ബിഗ് ബോസ് ഇപ്പോൾ ആദിലയോട് പറഞ്ഞത് ക്യാപ്റ്റനാണ് തീരുമാനിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിനകത്ത് ആദ്യമായി സംഭവിക്കുന്നത് ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പാണ്. പലയിടങ്ങളിലും പല നീതിയാണ്. പല സമയങ്ങളിലും ബിഗ് ബോസിന്റെ ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് പുറത്തു വരുന്നത്. അടുത്തത് നെവിന്റെ ഗെയിമാണ്. ഒരു ടാസ്കിനകത്ത് കയറി ഈ തരത്തിലുള്ള തോന്നിവാസം കാണിക്കരുത് എന്ന് നെവിൻ അറിയത്തില്ലേ? നെവിനായിരുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്നിരുന്നതെങ്കിൽ, അനുമോളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസം കാണിച്ചിരുന്നതെങ്കിൽ എന്തായിരുന്നിരിക്കും നെവിന്റെ പ്രതികരണം? നെവിൻ തീർച്ചയായിട്ടും കൈവെക്കാൻ തയ്യാറാകും. ഇല്ല എന്നുണ്ടെങ്കിൽ പുളിച്ച തെറികൾ മുഴുവൻ പറഞ്ഞ് ആ ഏരിയയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും. സാബുമാനും അനുമോളും ഒക്കെ അങ്ങേയറ്റം സഹി കെട്ടപ്പോൾ നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, അവനവിടെ കിടക്കുകയല്ലേ, നിങ്ങൾ അവന്റെ മണ്ടയിലോട്ട് കയറി കിടന്നു. അന്നേരം നെവിന്റെ മറുപടി, ഞാൻ കീഴ്ശ്വാസം വിട്ട് ഓടിക്കും, ഇല്ലെങ്കിൽ കയറെന്ന് വിട്ടിട്ട് ബുദ്ധിമുട്ടുള്ളവർ പൊയ്ക്കോണമെന്ന്. എന്തോന്നാടേ, നിങ്ങൾ വെറും തറയാണ് എന്നുള്ളത് നാട്ടുകാർക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവര് നിങ്ങളെക്കാളൊക്കെ ഒത്തിരി നിലവാരമുള്ളവരാണ്. ഇത്തരത്തിലുള്ള വില കുറഞ്ഞ സംസാരങ്ങളെ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കില്ല. അവർക്കത് കേൾക്കുമ്പോൾ മാസ് മറുപടി എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ പുച്ഛത്തോടെ അറപ്പോടെ മാത്രമേ ഇങ്ങനെയുള്ള വാക്കുകളെ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രേക്ഷകന്റെ ക്വാളിറ്റിയെങ്കിലും നിങ്ങൾ മാനിക്കണം. ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മര്യാദയ്ക്ക് ആ ടാസ്ക് അവരെ ചെയ്യാൻ പോലും അനുവദിക്കാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് അതിനകത്ത് കയറി പട്ടി ഷോ കാണിച്ച് മെഴുകുന്ന നിന്നെ അതിനകത്ത് നിർത്തണോ വേണ്ടയോ എന്നുള്ളത് ഈ ആഴ്ച പ്രേക്ഷകർ തീരുമാനിക്കും. അതെ, കുറിച്ചു വെച്ചു, ഈ ആഴ്ച നീ ആയിരിക്കും അതിനകത്തൊന്ന് പുറത്തു പോകാൻ പോകുന്നയാള്. ഇതിനോടകം തന്നെ പ്രേക്ഷകർ നിന്നെ മടുത്തതാണ്. എന്നാൽ PR വർക്കിന്റെ പിൻബലത്തിൽ നീ അവിടെ നിന്നു. പക്ഷേ ഈ ആഴ്ച ഏത് PR എത്രമാത്രം മലമറിച്ചെന്ന് പറഞ്ഞാലും നിനക്കവിടെ നിൽക്കാൻ പറ്റില്ല. ഇതോടുകൂടി നിന്റെ പുറത്തേക്കുള്ള വഴി നീ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.